ഹലോ, നമുക്കിന്ന് മുൾട്ടാനി മിൽട്ടിയുടെ ഒരു സോപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബെഞ്ചാറാസിൻ്റെ മുൾട്ടാനി മിൽട്ടി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പ്രൊമോഷനൊന്നുമല്ല, സാധാരണ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള്, കറ്റാർവാഴ, പനിക്കൂർക്ക, ഗ്ലിസറിൻ, റോസ് വാട്ടർ, പിന്നെ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യും. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ സോപ്പ് ബേസ്, നല്ല സോപ്പ് ബേസ് നോക്കി നമുക്ക് വാങ്ങിക്കാം. ഇത് ഗ്ലിസറിൻ ബേസ്ഡ് ആയിട്ടുള്ള സോപ്പ് ബേസാണ്. നമ്മൾ പിന്നെ 2 സ്പൂൺ മുൾട്ടാനി മിൽട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഗ്ലിസറിനും റോസ് വാട്ടറും വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ വെളിച്ചെണ്ണ ഇപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ടിത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാവുന്നിടം വരെ നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്യുക. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാവണം. അതുപോലെ നന്നായിട്ട് നമ്മൾ ഈ സ്റ്റീൽ പാത്രത്തിൽ തന്നെ, സ്റ്റീലിൻ്റെ ഒരു ബൗളിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സോപ്പിൻ്റെ ബേസ് ഡബിൾ ബോയിൽ ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഡബിൾ ബോയിൽ ചെയ്യുക. അതിനുള്ളിലേക്കാണ് നമ്മൾ നമ്മുടെ മുൾട്ടാനി മിൽട്ടിയുടെ പൗഡർ, നമ്മുടെ ആ ഒരു ബാറ്റർ യൂസ് ചെയ്യുന്നത്. അത് അതിലോട്ട് ഇടുക. നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് ഉരുകി കഴിയുമ്പോഴത്തേനും നമ്മുടെ ബാറ്റർ അതിലേക്ക് മിക്സ് ചെയ്യണം. അതിലേക്ക് നമുക്ക് പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കുന്നു. അത് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ, അത് വൈറ്റമിൻ ഇ ഓയിൽ. ഇത് കറ്റാർവാഴ ജ്യൂസ് ആക്കിയതാണ്. കറ്റാർവാഴയും പനിക്കൂർക്കയും കൂടെ ജ്യൂസ് ആക്കി എടുത്തതാണ്. അത് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഒഴിക്കുന്നുണ്ട്. ഗ്ലിസറിൻ, ഇത്രയേ ഉള്ളൂ. മിക്സ് ചെയ്യുക. ഇത് നമ്മൾ നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ച് നമുക്ക് സോപ്പാക്കി എടുക്കാം. ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ ഈ മോൾഡിൽ നമ്മുടെ സോപ്പ് ബേസ് സെറ്റാവും. പിന്നെ നമുക്കിത് യൂസ് ചെയ്യാം. താങ്ക് യു.